പനയമ്പാടത്തെ അപകട വളവ് സ്ഥിരം മരണക്കെണിയാണ്. എത്ര പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. അപകട സ്ഥലത്ത് നിന്ന് അരുൺ അമൃതനാഥ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒരിക്കൽ കൂടി അവർ 4 പേരും എത്തി. ജീവിതത്തിലുടനീളം ഒന്നിച്ചായിരുന്നവർ, കൈകോർത്ത് പിടിച്ച് നടക്കുന്നവർ. നാട്ടുകാരെപ്പോഴും അവരൊരുമിച്ചേ കണ്ടിട്ടുള്ളൂ. അവസാനമായി കൂടെ ഒരിക്കൽ കൂടി അവരൊരുമിച്ച് കാണാനായി ഈ നാടാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു വേദന നാട്ടുകാർക്കുണ്ട്. ഇന്നും നാടിനത് ഉൾക്കൊള്ളാനാവില്ല. ഒരു കാലത്തും നാടിനത് താങ്ങാവുന്നതിലും അപ്പുറത്താണ് നാടിൻ്റെ വേദന എന്നുള്ളത് തന്നെയാണ്. ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. എന്താ പ്രത്യേകിച്ച് പറയാനും വല്ലാത്ത അന്തരീക്ഷം പോലെ തന്നെ മനസ്സുകളൊക്കെ വേദനിക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയാണുള്ളത്. അധികൃതർ ഇനിയും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ അപകടത്തിൻ്റെ പരമ്പര തന്നെ ഇവിടെ ഉണ്ടാകും. ഞാനവിടെ അപകടത്തിൽപ്പെട്ട ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ അവിടെ ആ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഇത് എല്ലാ ഭാഗത്തും സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ അവതരിപ്പിച്ചതാണെങ്കിലും നാഷണൽ അതോറിറ്റി, റോഡ് അതോറിറ്റി ഇതിന് വേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയല്ല, 10-20 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ കൂടുതൽ അപകടം നടക്കുന്നുണ്ട്. അത് എല്ലാ പാർലമെൻറ്റിലടക്കം MP പറഞ്ഞതാണ്. എന്നിട്ട് കേന്ദ്ര സർക്കാർ അടക്കം യാതൊരു നടപടി ഇതിൽ എടുക്കുന്നില്ല. അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കുഞ്ഞുങ്ങളെ നഷ്ടമാകുക എന്നുള്ള ഒരു വേദന, അത് നാടിൻ്റെ ഒന്നാകെ വേദനയാണ്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് മുക്തി നേടുന്നുവെന്നും തോന്നുന്നില്ല. ഇത് ഈ ഒരു കുടുംബങ്ങളിലെ മാത്രം അല്ലെങ്കിൽ ഒരു നാടിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രയാസമോ ദുരന്തമല്ല. ഇത് ഈ നാടിൻ്റെ വലിയ ഒരു ദുരന്തമാണ്. ഇത് 40-ലധികം അപകടങ്ങൾ സംഭവിക്കുകയും അതിൽ 2 ഡസനിലധികം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത പ്രദേശമാണ് ഈ പ്രദേശം. റോഡിൻ്റെ അലൈൻമെൻറ്റ് അടിയന്തരമായി മാറ്റാതെ ഈ അപകടങ്ങൾക്ക് ഈ വാഹനങ്ങൾ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും സ്കിഡാവുന്ന ഈ രീതിക്ക് മാറ്റം വരുത്താൻ കഴിയും. പണിയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വളവും തരും എടുക്കാത്തൊരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ ഇത് കൂടെ വണ്ടി ഓടിക്കുന്ന ആളെന്താണ്, വളവും തരും മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വഴുക്കലാണ്. അതാണ് പ്രശ്നം. വലിയ ഒരു മനപ്രയാസം തന്നെയാണ് ഉള്ളത് അല്ലേ? ഈ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. എല്ലാവരും എന്നും കാണുന്ന ആൾക്കാരാണ്, അടുത്തടുത്ത വീട്ടുകാരാണ്. എല്ലാവർക്കും വേദന ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. നാടിന് മൊത്തം ഒരു ദുഃഖമായി. പക്ഷേ ഈ ഏരിയയിൽ എപ്പോഴും ഈ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. 100ൻ്റെ മുകളിൽ അപകടം ഉണ്ടായി ഇവിടെ. ഈ റോഡിൻ്റെ പണിയുടെ അനാസയാണത് സംഭവം. വിങ്ങിപ്പൊട്ടുന്ന ഈ വേദനയിലും ഒരു നാടൊന്നാകെ ആവർത്തിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഒരു രോഷമായി തന്നെ നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഈ നാടൊന്നാകെ ഈ കുട്ടികളെ യാത്രയയക്കാനെത്തിയ കാഴ്ച വേദനയോടെ കേരളം കാണുകയാണ്.